2024 കേരള വിദേശ പഠന കൺസൾട്ടൻസികളുടെയും ട്രാവൽ ഏജൻസികളുടെയും രജിസ്ട്രേഷനും നിയന്ത്രണവും ബിൽ ഡോക്ടർ എൻ ജയരാജ് MLA നോട്ടീസ് നൽകിയത്. ഡോക്ടർ എൻ ജയരാജ് അങ്ങേക്ക് 2024 കേരള വിദേശ പഠന കൺസൾട്ടൻസിയുടെയും ട്രാവൽ ഏജൻസിയുടെയും രജിസ്ട്രേഷനും നിയന്ത്രണവും ബില്ലിൻ്റെ അവതരണ അനുമതിക്കുള്ള ഉപക്ഷേപം അവതരിപ്പിക്കാവുന്നതാണ്. സാർ, 2024 കേരള വിദേശ പഠന കൺസൾട്ടൻസികളുടെയും ട്രാവൽ ഏജൻസികളുടെയും രജിസ്ട്രേഷനും നിയന്ത്രണവും സംബന്ധിച്ച ബില്ലിന് അവതരണാനുമതി നൽകണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിക്ക് സംസാരിക്കാവുന്നു. സർ, കേരളത്തിൽ നിന്നുള്ള അന്താരാഷ്ട്ര റിക്രൂട്ട്മെൻറ്റ് മേഖലയിലെ സുതാര്യത ഉറപ്പുവരുത്തണമെന്നുള്ള ആവശ്യം ഈ സഭയ്ക്കകത്തും അതുപോലെ പൊതുസമൂഹത്തിലും പ്രത്യേകിച്ച് 4ാം ലോക കേരള സഭയിലും ഉയർന്നു വന്ന സുപ്രധാനമായ ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെ നിയമനിർമ്മാണ സാധ്യത പഠിക്കുന്നതിനായിട്ട് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ സജി ഗോപിനാഥ് അധ്യക്ഷനായിട്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിനെ ആധാരമാക്കി നിയമനിർമ്മാണ പ്രക്രിയയ്ക്ക് രൂപം നൽകുകയും ചെയ്തിട്ടുണ്ട്. നിയമനിർമ്മാണം അതിൻ്റെ അന്തിമഘട്ടത്തിലാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കി നൽകിയ കരട് ബില്ല് നിയമവകുപ്പ് പരിശോധിച്ച് ചില ക്വയറീസുമായിട്ട് തിരിച്ചു തരികയും അതിന് മറുപടി നൽകി പുനഃസമർപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ സഭയിൽ അത് അവതരിപ്പിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. തൊട്ടടുത്ത സഭയിൽ നിശ്ചയമായും അത് അവതരിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട അംഗം നോട്ടീസ് നൽകിയ ഈ അനൗദ്യോഗിക ബില്ലിന് പ്രസക്തിയില്ല. എങ്കിൽ പോലും പരിണതപ്രജ്ഞരായിട്ടുള്ള അദ്ദേഹം സൂക്ഷ്മാംശങ്ങളിൽ ശ്രദ്ധിക്കുന്ന ഒരാളാണ് എന്നുള്ളതുകൊണ്ട് അത് അവതരിപ്പിക്കാൻ അനുമതി നൽകാം എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. ഡോക്ടർ എൻ ജയരാജ്, അങ്ങേക്ക് ഹ്രസ്വമായൊരു പ്രസ്താവന ചെയ്യാവുന്നതാണ്. സാർ, ആദ്യമായിട്ട് ഈ നിയമസഭയിൽ വരുന്ന എല്ലാ സ്വകാര്യ ബില്ലുകൾക്കും അത് അവസാനം പിൻവലിക്കപ്പെടുകയും അതിൻ്റെ അന്ത്യം സംഭവിക്കുകയും ചെയ്യുന്നൊരു പാരമ്പര്യമാണ് പലപ്പോഴും ഉള്ളത്. ഈ ഒരു പരാതി പലപ്പോഴും അംഗങ്ങൾക്കിടയിലുള്ളതാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി സന്തോഷമുണ്ട്. കാരണം ഞാൻ ആദ്യം ഇവിടെ കൊണ്ടുവന്ന ഒരു സ്വകാര്യ ബില്ലായിരുന്നു ഗിഗ് തൊഴിലാളികൾ, പ്ലാറ്റ്ഫോം തൊഴിലാളികളുടെ ക്ഷേമം സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെൻറ് അതുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം രൂപീകരണ ഘട്ടത്തിലേക്കാണ്. രണ്ടാമത്തെ ബില്ലാണ് ഇപ്പോൾ ഞാനിവിടെ അവതരിപ്പിച്ച വളരെ പ്രസക്തമായൊരു വിഷയമാണ്. അങ്ങനെക്കറിയാം, നമ്മുടെ ഇന്ന് രാവിലെ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടാണ് വിദേശ പഠന കൺസൾട്ടൻസികളും അതോടൊപ്പം ഈ ട്രാവൽ ഏജൻസികളും നടത്തുന്ന ഒരിക്കലും ആശാസ്യമല്ലാത്ത ഒരുപാട് പ്രവർത്തനങ്ങൾ. അതിൽ യാതൊരു നിയന്ത്രണം യഥാർത്ഥത്തിൽ ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിന് നിയന്ത്രണം വേണമെന്നുള്ള ഒരാവശ്യം മുമ്പോട്ട് കൊണ്ടുവന്നു. ഏതായാലും സംസ്ഥാന ഗവൺമെൻറ് ഇന്ന് ബഹുമാനിയായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഈ കാര്യത്തിൽ രാവിലെ നിയമസഭയിൽ ചോദ്യോത്തര വേളയിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഗവൺമെൻറ് പരിഗണനയിലാണ് എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഈ ചർച്ചയിൽ അധികം ഇനി മുമ്പോട്ട് പോകുന്നില്ല. ഏതായാലും ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാലിക പ്രസക്തമായൊരു വിഷയം. അത് ഇതിനകത്ത് 2 കാര്യങ്ങൾ സാറേ ഉള്ളത്. ഇത് നേരത്തെ തന്നെ ഹൈക്കോടതി 2 ഹൈക്കോടതികൾ ഇതുമായി ബന്ധപ്പെട്ട പരാമർശം നടത്തിയതാണ്. ഒന്ന്, ഡൽഹി ഹൈക്കോടതിയുടെ ഒരു പരാമർശം നേരത്തെ ഉണ്ടായിരുന്നു. ഡൽഹി ഹൈക്കോടതിയുടെ ഡയറക്ഷൻ കൊടുത്തിരുന്നതാണ് നേരത്തെ തന്നെ നിയമനിർമ്മാണത്തിന് തയ്യാറാകണമെന്നുള്ളത്. രണ്ടാമത്തേത് കേരള ഹൈക്കോടതിയിൽ ഇതുപോലെ തന്നെ ഡയറക്ഷൻ വന്നതാണ്. പക്ഷേ എങ്കിലും നമ്മൾ അപ്പം വൈകിപ്പോയി. കാരണം സാർ, ഇതിനകത്തൊരു പ്രധാനപ്പെട്ട വിഷയം യഥാർത്ഥത്തിൽ നമ്മുടെ മനുഷ്യൻ്റെ, പ്രത്യേകിച്ച് മലയാളിയുടെ ജീവിത സാഹചര്യങ്ങളുണ്ടായ വലിയ മാറ്റമാണ്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തുണ്ടാക്കി വലിയ മാറ്റത്തിൻ്റെ ഭാഗമാണ്. ഈ സാമൂഹ്യ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ മാത്രമല്ല ജോലിയും അതോടൊപ്പം തന്നെ തൊഴിലും അന്വേഷിച്ച് പോകുന്ന ആളുകളുടെ എണ്ണം വളരെ വർദ്ധിച്ചിരിക്കുകയാണ്. ഒരു പരിധിവരെ നമ്മുടെ നാട്ടിൽ നിന്ന് ഉണ്ടാകുന്ന ഈ കുടിയേറ്റത്തിന് 2 സ്വഭാവം ഉണ്ടായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ഗൾഫ് രാജ്യങ്ങളിലെ കുടിയേറ്റം ഒരു ടെമ്പററി നേച്ചറായിരുന്നെങ്കിൽ ഇന്ന് മറ്റ് രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള കുടിയേറ്റത്തിൻ്റെ പിന്നിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ കണക്ക്, ഞാൻ സമയക്കുറവുള്ളതിലേക്കൊന്നും കണക്കുന്നില്ല, കണക്കുകൾ സൂചിപ്പിക്കുന്നത് വളരെ യൗവന പ്രായത്തിലുള്ള ആളുകളാണ് നമുക്ക് തീർച്ചയായിട്ടും നഷ്ടപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുടിയേറ്റങ്ങൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നടത്തിയ 2-3 പഠനങ്ങളിൽ എടുത്തു കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഒന്ന്, ഈ ഫോറിൻ ഡിഗ്രിയോടുള്ള അതിൻ്റെ ഒരു വളരെ പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. 2 ഈ മൈഗ്രേഷൻ്റെ ഒരു നേച്ചർ. 3 ഈ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു റെസിഡൻസിക്ക് വേണ്ടിയുള്ള നമ്മുടെ ഒരു പ്രത്യേക ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആഗ്രഹം. 4 പറയുന്നത് ഫിനാൻഷ്യൽ ആൻഡ് പ്രൊഫഷണൽ ഗ്രോത്ത് ഓഫ് എ ഫോറിൻ ഡിഗ്രി. പ്രത്യേകിച്ച്
അത് മറ്റ് നമ്മുടെ ഒരു യൂണിവേഴ്സിറ്റികളെക്കാൾ അൺമാച്ചബിളായിട്ടുള്ള രീതിയിൽ ആ ഡിഗ്രിക്കുള്ള പ്രാധാന്യം. അപ്പോൾ ഇതെല്ലാം കൊണ്ടാണ് സത്യത്തിൽ. പിന്നെ മറ്റൊന്ന് അവിടെ പഠനത്തോടൊപ്പം തൊഴിൽ ഇവിടെ കിട്ടുമെന്നുള്ള ഒരു സാധ്യത. അപ്പോൾ ഇതുകൊണ്ടാണ് സത്യത്തിൽ ഇങ്ങനെയുള്ള ഒരു വലിയ മൈഗ്രേഷനിലേക്ക് ആളുകൾ പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഇത്തരം സാധ്യതകൾ എവിടെയുണ്ടാകുമ്പോൾ നമുക്കറിയാം അതിനെ മുതലാക്കാൻ വേണ്ടി തയ്യാറാകുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അങ്ങവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തുടങ്ങിയത് അന്യരാജ്യത്തൊക്കെ തന്നെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. അന്യരാജ്യത്തൊക്കെ തന്നെ ജോബ് ഓറിയൻറ്റഡ് ആണ് എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസം എന്നത് തൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ജോലി കിട്ടണം. ഇവിടെ ജോബ് ഓറിയൻറ്റഡ് അല്ല പലതും. അതുകൊണ്ട് ജോബ് ഓറിയൻറ്റഡ് അല്ലേ നമുക്ക് അത്യാവശ്യമായിട്ട് വരുന്നത്. അത് അങ്ങയുടെ ബില്ലിലുണ്ടോ? അങ്ങ് പറഞ്ഞ കാര്യം ഇതുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും യഥാർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ട വിഷയം ഇപ്പം നമ്മൾ സ്വകാര്യ സർവകലാശാലകൾ ഉൾപ്പെടെ വരികയാണ്. സ്വാഭാവികമായിട്ട് കരിക്കുലം തീരുമാനിക്കുന്നതിനകത്തൊക്കെ അവർക്കൊരു ഓട്ടോണമിയുണ്ട്. നമ്മുടെ പരമ്പരാഗതമായ കോഴ്സുകളിൽ നിന്ന് കുട്ടികൾ മാറിപ്പോകുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിട്ട് നിൽക്കുകയാണ്. സർ, ഇതിൽ വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം പാർട്ട് ടൈം ജോബ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് എന്നതാണ്. നമ്മുടെ സംസ്ഥാനത്തും ഇത്തരം പാർട്ട് ടൈം ജോബ് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. തീർച്ചയായും നമ്മുടെ ഇവിടെയും പാർട്ട് ടൈം ജോബ് ചെയ്യാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? ഈ കാര്യത്തിൽ ഇതിന് മറുപടി പറയേണ്ടതും അതോടൊപ്പം തന്നെ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതും ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ്. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ രണ്ടുപേരും സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ നിലവിലുള്ള പരമ്പരാഗത കോഴ്സുകളിൽ നിൽക്കാനും അതിനോട് അറ്റാച്ച്ഡായിട്ടും കുട്ടികൾ തയ്യാറാകുന്നില്ല. ഡോക്ടർ സർ, ഇന്ന് രാവിലെ മിനിസ്റ്റർ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സൂചിപ്പിച്ചത്. അപ്പോൾ ഇവിടെ നമുക്ക് ഓണേഴ്സ് ഒരു റെഗുലേറ്ററി അതോറിറ്റി ഉണ്ടാവുകയും ഈ വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്യാനുള്ള ഓണേഴ്സ് ഈ ട്രാവൽ ഏജൻസിക്കോ അല്ലെങ്കിൽ ഈ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിക്കോ ഏൽപ്പിക്കുന്നത് ഉചിതമാണെന്ന് കരുതുന്നുണ്ടോ? സാർ, ഇത് അങ്ങ് കൊണ്ടുവന്ന ബില്ല് പ്രധാനപ്പെട്ട ബില്ല്. അതിൽ ഈ വിദേശ കൺസൾട്ടൻസികളും മറ്റ് ഇത് മാത്രമല്ലാതെ നമ്മുടെ നാട്ടിൽ നിരവധി പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ഇതുപോലെ ടെക്നിക്കൽ വിദ്യാഭ്യാസം കൊടുത്ത് ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് വലിയ ഫീസ് വാങ്ങി കുട്ടികളെ കോഴ്സ് നടത്തുന്നുണ്ട്. ഒരു രജിസ്ട്രേഷനും ഇല്ലാതെ ഒരു പിൻബലവും ഇല്ലാതെ. ഇത് വലിയ പ്രയാസമാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കുന്നത്. അത്തരം സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ സംവിധാനങ്ങൾ അങ്ങയുടെ ബില്ലിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഡോക്ടർ ജയരാജ്, ഡോക്ടർ സർ, ഈ വിദേശ കൺസൾട്ടൻസികൾ, വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്ന കൺസൾട്ടൻസികൾ പലതരത്തിലുണ്ട്. നമുക്ക് കൺസൾട്ടൻസികൾ ഇല്ലാതെ തന്നെ നല്ല സ്കോളർഷിപ്പോട് കൂടി ഓൺലൈൻ വഴിയും അതുപോലെ നമ്മൾ നിലവിലുള്ള യൂണിവേഴ്സിറ്റികൾ വഴിയും ഒക്കെ നമുക്ക് അപേക്ഷ കൊടുത്ത് വലിയ സ്കോളർഷിപ്പുകൾ കിട്ടി നമുക്ക് അവിടെ കുറച്ചു കാലം പഠിക്കാനുള്ള സൗകര്യങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്, വലിയ ചിലവില്ലാതെ. എനിക്ക് തന്നെ ഞാൻ ജർമ്മനിയിൽ ഡാഡ് സ്കോളർഷിപ്പ് കിട്ടി പോയി കുറച്ചു കാലം പഠിച്ചിട്ടുണ്ട്, കുറച്ചു കാലം. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്നതും ഇത്തരം സ്കോളർഷിപ്പുകളൊന്നും ഇല്ലാതെ വാഗ്ദാനങ്ങൾ മാത്രമായി അവിടെ ചെറിയ രീതിയിൽ വലിയ ലൈസൻസോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികൾക്ക് പോലും അംഗീകാരമില്ലാത്ത പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ലക്ഷക്കണക്കിന് രൂപ വാങ്ങിക്കൊണ്ട് കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട്. ഭൂരിപക്ഷം വരുന്ന കൺസൾട്ടൻസികളും അത്തരത്തിലുള്ള സംവിധാനങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ആളുകൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ കുറച്ച് പണം കൊണ്ട് തന്നെ സ്കോളർഷിപ്പുകളടക്കം ലഭ്യമാക്കിക്കൊണ്ട് നല്ല കോഴ്സുകൾ പഠിച്ച് തിരിച്ചു വരാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഉള്ളതിന് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സംവിധാനങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവണ്ടേ? സാർ, ഞാനുകൂടി ജയരാജ് സാർ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അനൗദ്യോഗിക ബില്ലുകളുടെ അങ്ങ് തന്നെ ജയരാജ് സാർ തന്നെ അവതരിപ്പിച്ച ഒന്ന് നിയമം എന്തോ അതെ അങ്ങ് തന്നെ അവതരിപ്പിച്ചൊരു ബില്ല് സർക്കാരിലേക്ക് തന്നെ നിയമനിർമ്മാണത്തിന് വഴിതെളിച്ചതിൽ ഈ കമ്മിറ്റിയുടെ ചെയർമാൻ എന്നിടത്തുള്ള പ്രത്യേകമായ സന്തോഷം അറിയിക്കുന്നു, അങ്ങേ കാര്യത്തിൽ അഭിനന്ദിക്കുന്നു. 3 കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട്. ഒന്ന്, പ്രവാസി എന്ന നിർവചനത്തിൽ കേന്ദ്ര നിയമം കൂടി വരുന്നതുകൊണ്ട് പ്രവാസി എന്ന നിർവചനത്തിൽ പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ, പഠനത്തിനൊപ്പം തൊഴിലിനുമായും പോകുന്ന കുട്ടികളെ ആ നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന നിയമപരമായ സങ്കീർണത പരിഹരിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? 2, ഇത്തരം ഇന്ന് നമ്മൾ വേൾഡ് ഈസ് ഫ്ലാറ്റ് എന്നെപ്പോഴും പറയാറുണ്ട്. ഇത്തരത്തിലുള്ള ലോകത്തിലെ എല്ലാ സർവകലാശാലകളുടെയും റിക്രൂട്ട്മെൻറ്റ് ഏജൻസികളുടെയും പ്രചരണങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള വലിയ തരത്തിലുള്ള അറിയിപ്പുകളും വരുന്ന നവമാധ്യമങ്ങൾ വഴിയാണ്.
അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികളിലെ ഈ നവമാധ്യമങ്ങളിൽ ഇത്തരം പ്രചരണങ്ങളെ കൃത്യമായി നിയന്ത്രിക്കുന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? 2, ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ വന്നാൽ പരിഹരിക്കുന്നതിന് കേരളത്തിലും പുറത്തുപോയി തട്ടിപ്പിനിരയായാൽ അവിടെ അങ്ങനെ തട്ടിപ്പിന് വിധേയമാകുന്ന ആളുകൾക്ക് അവിടെ ആവശ്യമായിട്ടുള്ള നിയമപരമായ സഹായം നൽകുന്നതിന് എന്ത് മാർഗം നമുക്ക് നോർക്ക വഴി ചെയ്യാൻ കഴിയും എന്ന കാര്യവും അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? 4-മത്തെ കാര്യം, നിലവിലുള്ള സർക്കാർ റിക്രൂട്ടിംഗ് ഏജൻസികൾ, ഇപ്പോൾ റാന്നി നോളത്ത് വില്ലേജ് എൻ്റെ മണ്ഡലത്തിലെ പദ്ധതിയാണ്. അവിടെ ഒഡേപെക് ആരംഭിച്ച ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് മാതൃകാപരമായാണ് പ്രവർത്തിക്കുന്നത്. അത്തരം ഒഡേപെക്കും നോർക്ക പോലുള്ള സ്ഥാപനങ്ങൾ വഴി നമുക്ക് ഇത്തരത്തിലുള്ള റിക്രൂട്ട്മെൻറ്റ് വളരെ ആരോഗ്യപരമായി കൃത്യമായി നടത്തുന്ന സർക്കാർ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുന്ന കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഡോക്ടർ ജയരാജ്, അങ്ങ് ഈ ചർച്ച തുടരുന്നുണ്ടോ? അല്ല, ഇതൊന്ന് പറയാം സാർ. ഞാൻ ഒരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ബില്ലിനൊരു വലിയ പ്രത്യേകതയുണ്ട് സാർ. ഒരു പ്രൊഫസർ MLA-യും പ്രൊഫസർ മിനിസ്റ്ററും അവരാണ് ഈ ബില്ലിൻ്റെ പ്രധാന ആൾക്കാർ. രണ്ടുപേരും പ്രൊഫസേഴ്സാണ് സാർ. ഇന്ന് രാവിലെ നമ്മുടെ ഫ്ലോറിൽ ക്വസ്റ്റ്യൻ ആൻസറും ഈ വിഷയം തന്നെ വന്നിട്ടുണ്ടായിരുന്നു സാർ. നമ്മുടെ നാട് കൊള്ളില്ലാന്നും അതുകൊണ്ട് വ്യാപകമായി എല്ലാവരും നാട്ടിൽ നിന്ന് പോവുകയാണെന്നൊരു പ്രചരണമൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. യഥാർത്ഥത്തിൽ നാട് കൊള്ളാത്തത് കൊണ്ടോ ഒന്നുമല്ല, കൂടുതൽ സ്വാതന്ത്ര്യവും കൂടുതൽ വരുമാനവും ഒക്കെ ലക്ഷ്യം വെച്ചിട്ട് തന്നെ ഒരുപാട് പേര് പുറത്തേക്ക് പോകുന്നുണ്ട് സാർ. അങ്ങയുടെ ഈ ബില്ലിൻ്റെ അവതരണത്തിൽ നമ്മുടെ നാട്ടിൽ തന്നെ കാലങ്ങളായിട്ടുള്ള നമ്മുടെ ഒരു ടൈമിംഗ് ഉണ്ടല്ലോ, കോളേജ് ടൈമിംഗ്. ആ ടൈമിംഗ് നമുക്കൊരു 9 മണി മുതൽ 2 മണി വരെ ഒക്കെ ആക്കി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം ധാരാളം തൊഴിലവസരങ്ങളുണ്ട്. ധാരാളം പേര് ഔട്ട്സോഴ്സ് ചെയ്യാൻ തയ്യാറായിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആ പഠന സമയത്തിൽ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് കൂടുതൽ ചെറുപ്പക്കാർക്ക് നമ്മളുടെ നാട്ടിൽ തന്നെ തൊഴിൽ ചെയ്യാനും ഒപ്പം പഠിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾക്ക് ഒരു സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചെറുപ്പക്കാരെ കൂടുതലായിട്ട് നമ്മളുടെ നാട്ടിൽ പിടിച്ചു നിർത്താൻ കഴിയില്ലേ? അതിനല്ലേ നമ്മൾ കൂടുതൽ ശ്രമിക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരം തട്ടിപ്പുകൾ വരാതിരിക്കാനായിട്ടും കഴിയുമല്ലോ. അങ്ങയുടെ അഭിപ്രായം എന്താ? സർ, 2 തരത്തിൽ വിദേശങ്ങളിലേക്ക് പഠിക്കാൻ വേണ്ടി പോകുന്നവരുണ്ട്. ഒന്ന്, മെറിറ്റിൽ പഠിക്കാൻ വേണ്ടി പോകുന്നവർ. പ്രശസ്തമായിട്ടുള്ള സ്ഥാപനങ്ങൾ, സർവകലാശാലകൾ, അവിടെ അവരുടെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് മെറിറ്റിൽ പ്രവേശനം ലഭിക്കുന്ന കുട്ടികൾ. രണ്ടാമത്തേത്, നമ്മളുടെ സംസ്ഥാനത്ത് ഗവൺമെൻറ് കോളേജുകളിലോ എയ്ഡഡ് കോളേജുകളിലോ എന്തിനധികം സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ പോലും മെറിറ്റിൽ അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾ. ഈ രണ്ടാമത്തെ ഗണത്തിൽ വരുന്ന കുട്ടികളാണ് ട്രാവൽ ഏജൻസികളെയും ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ ഏജൻറ്റുമാർ മുഖേനയുമൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ വേണ്ടി പോകുന്നത്. സാർ, ഇത് മുൻകാലത്ത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്, അവിടുത്തെ വളരെ സ്റ്റാൻഡേർഡ് കുറഞ്ഞ കോളേജുകളിലേക്ക് നമ്മളുടെ നാട്ടിൽ നിന്ന് കുട്ടികളെ കൊണ്ടുപോയിരുന്ന അതേ ഏജൻറ്റുമാർ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക്, അവിടുത്തെ ഏറ്റവും സ്റ്റാൻഡേർഡ് കുറഞ്ഞ സ്ഥാപനങ്ങളിലേക്കാണ് കുട്ടികളെ കൊണ്ടുപോകുന്നത്. ഇത് വലിയ പ്രശ്നങ്ങൾ ഈ മേഖലയിൽ സൃഷ്ടിക്കുന്നുണ്ട്. മൊത്തം ഒരു 10%, 100 കുട്ടികൾ പോകുന്നുണ്ടെങ്കിൽ 10% കുട്ടികളാണ് മെറിറ്റിൽ യഥാർത്ഥത്തിൽ പോകുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞ ഒരു കാര്യം, നമ്മളുടെ നാട്ടിലെ കോളേജുകളുടെ ആ ടൈം 8 മണി മുതൽ 1 മണി വരെ ആക്കുകയും ഉച്ചയ്ക്ക് ശേഷം കുട്ടികൾക്ക് ജോബ് ചെയ്യുവാനുള്ള, പാർട്ട് ടൈം ജോലികൾ ചെയ്യുവാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്താൽ അത് വളരെ കൂടുതൽ പ്രയോജനപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ നേരത്തെ കൊറോണയുടെ സമയത്ത് അന്ന് എല്ലാ കോളേജുകളോടും നമ്മൾ പറഞ്ഞത്, നിങ്ങൾ രാവിലെ 8 മണി മുതൽ 1 മണി വരെ ആയിരിക്കണം ക്ലാസുകൾ എടുക്കേണ്ടത് എന്നാണ്. എന്നിട്ട് അതിനുശേഷം ഇഷ്ടപ്പെടുന്ന സ്ഥാപനങ്ങൾക്ക്, താല്പര്യമുള്ള സ്ഥാപനങ്ങൾക്ക് അവരുടെ ടൈം ഏത് വിധേന വേണമെങ്കിലും അവർക്ക് മാറ്റാവുന്നതാണ് എന്ന് പറഞ്ഞ് നമ്മൾ അന്നൊരു നിർദ്ദേശം കൊടുത്തിരുന്നു. തുടർ ചർച്ചയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നുണ്ടോ? ഞാൻ ഇനി സമയം അനുവദിക്കാൻ പറ്റത്തില്ല. ഇനി ഒരുപാട് ബില്ലുകളുണ്ട്. ഇനി അങ്ങനെ നമുക്ക് അനുവദിക്കാൻ പറ്റത്തില്ല. ബില്ലുള്ളതുകൊണ്ടാണ് സാർ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് സാർ. ഈ വിഷയത്തില് നിയമനിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. അപ്പൊ അതുകൊണ്ട് ഇത് തുടർ ചർച്ചയൊന്നും ആവശ്യമില്ല. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തന്നെ ഇപ്പം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഏൺ വൈൽ യു ലേൺ സമീപനം 3 വർഷം മുമ്പ് തന്നെ ആരംഭിച്ച് അതിനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ടൈമിൻ്റെ ഫ്ലെക്സിബിലിറ്റി അനുവദനീയമാണ്. അതാത് കോളേജുകളൊക്കെ അവരുടെ താല്പര്യപ്രകാരമാണ് സമയം സ്വീകരിച്ചിട്ടുള്ളത്.
പിന്നെ ഫ്ലെക്സിബിലിറ്റി 4-year UG പ്രോഗ്രാമിന്റെ ഭാഗമായി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഈ ബില്ലുമായിട്ട് മുമ്പോട്ട് പോകുന്നില്ല. ഗവൺമെൻറ് ഇങ്ങനെ തീരുമാനമെടുത്ത സാഹചര്യത്തിൽ. പക്ഷേ സാർ ഒരു കാര്യമുണ്ട്, ഇവിടെ ഈ ചർച്ചയിൽ വന്ന ബഹുമാനപ്പെട്ട അംഗങ്ങൾ പലർക്കും സംസാരിക്കാനുണ്ടായി. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം. യഥാർത്ഥത്തിൽ ചർച്ച വരികയും വളരെ നല്ല ആശയങ്ങൾ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുകയും ചെയ്തു. ഏതായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെയേറെ സംതൃപ്തനാണ്. സംസ്ഥാന ഗവൺമെൻറ് ഈ കാര്യത്തിൽ മുമ്പോട്ട് പോകുമെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ പറഞ്ഞ പല വിഷയങ്ങളും ഞാൻ അവതരിപ്പിച്ച എൻ്റെ സ്വകാര്യ ബില്ലുണ്ടായിരുന്നു. അതുകൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു കുറ്റമറ്റ ബില്ല് തയ്യാറാക്കുന്ന കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ നടപടിയും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ബില്ല് പിൻവലിക്കുകയാണ്. ഡോക്ടർ എൻ ജയരാജ്, അങ്ങ് ഉപക്ഷേപം പ്രസ് ചെയ്യുന്നുണ്ടോ? സഭയുടെ അനുമതിയോടെ ഉപക്ഷേപം പിൻവലിച്ചിരിക്കുന്നു.